ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ചില മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ ഗതി മാറ്റിയെഴുതും. അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും മാനവരാശിയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും. അത്തരത്തിൽ ഒരു വലിയ പ്രതിഭയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ലോകം അദ്ദേഹത്തെ ഒരു കണ്ടുപിടുത്തക്കാരനായി മാത്രം ഓർമ്മിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിലുപരിയായി സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും മനുഷ്യരോടുള്ള കരുതലിൻ്റെയും ഒരു വലിയ കഥ കൂടിയാണ്. നമ്മൾ സംസാരിക്കുന്നത് ടെലഫോൺ കണ്ടുപിടിച്ചു എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ശബ്ദം വയറുകളിലൂടെ സഞ്ചരിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് കേൾവിയില്ലാത്തവരുടെ ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരിക എന്നതായിരുന്നു. ആ വലിയ സ്വപ്നം യാദൃച്ഛികമായി ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി മാറി, അല്ലെങ്കിൽ അതിലേക്ക് വഴി തുറന്നു. ഇന്ന് നമ്മൾ ഗ്രഹാം ബെല്ലിൻ്റെ ജീവിതയാത്രയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യം, അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ, ടെലഫോൺ എന്ന മഹത്തായ കണ്ടുപിടുത്തം, അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. നമുക്ക് ആ പ്രതിഭയുടെ ലോകത്തേക്ക് യാത്ര ആരംഭിക്കാം. ഗ്രഹാം ബെല്ലിൻ്റെ കഥ ആരംഭിക്കുന്നത് 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് നഗരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം അക്കാദമിക രംഗങ്ങളിൽ വളരെ പ്രശസ്തരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ അലക്സാണ്ടർ ബെൽ ഒരു പ്രശസ്ത നടനും പ്രഭാഷകനും ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മെൽവിൻ ബെൽ ആയിരുന്നു ബെല്ലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം. മെൽവിൻ ബെൽ ഒരു പ്രഗത്ഭനായ അധ്യാപകനും എലക്യൂഷനിസ്റ്റും ആയിരുന്നു. വിസിബിൾ സ്പീച്ച് എന്ന പേരിൽ അദ്ദേഹം ഒരു സമ്പ്രദായം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വാക്കുകൾ ഉച്ചരിക്കുന്നതിനായി വായയുടെ ചലനങ്ങൾ ചിത്രങ്ങളായി രേഖപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു. ഇത് കേൾവിയില്ലാത്ത ആളുകളെ സംസാരിക്കുവാൻ പഠിപ്പിക്കാൻ സഹായിച്ചു. ബെല്ലിൻ്റെ മാതാവ് എലിസ ഗ്രേസ് സിമൺസ് ഒരു ചിത്രകാരിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ആ അമ്മയ്ക്ക് കേൾവി നഷ്ടപ്പെട്ടു. അമ്മയുമായി സംസാരിക്കാൻ ബെൽ വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന് പകരം ആ അമ്മയുടെ ചെവിയിൽ സംസാരിക്കാതെ തലയുടെ അസ്ഥികളിലേക്ക് ശബ്ദം എത്തിക്കുന്ന ഒരു രീതി ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിച്ചിരുന്നു. ഈ അനുഭവം, അല്ലെങ്കിൽ ഈ ഒരു കൊച്ചു കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, തൻ്റെ കണ്ടുപിടുത്ത ലോകത്തെ വല്ലാതെ സ്വാധീനിച്ചു. കേൾവിയില്ലാത്തവർക്ക് ശബ്ദത്തിൻ്റെ ലോകം തുറന്നു കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ചെറുപ്പത്തിൽ തന്നെ ശബ്ദത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ബെല്ലിന് വലിയ താല്പര്യമായിരുന്നു. വീട്ടിൽ എല്ലാവരും സംഗീതജ്ഞർ ആയിരുന്നതുകൊണ്ട് വയലിൻ വായിക്കുവാൻ ബെല്ലും പഠിച്ചെടുത്തു. 15-ാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരനുമായി ചേർന്ന് ഒരു പന്നിയുടെ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ഒരു റോബോട്ടിക് തല ബെൽ ഉണ്ടാക്കി. ഈ പരീക്ഷണങ്ങൾ ബെല്ലിൻ്റെ മനസ്സിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ വിത്തുകൾ പാകി. പിന്നീട് ബെൽ തൻ്റെ പിതാവിനെ സഹായിക്കുവാൻ ബോസ്റ്റണിലേക്ക് പോവുകയും കേൾവിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് ഹബാർഡ് ഫാമിലിയുമായി ബെൽ പരിചയപ്പെടുന്നത്. ഈ കുടുംബത്തിലെ ഒരു മകൾ മേബൽ ഹബാർഡ് 1 വയസ്സുള്ളപ്പോൾ രോഗം വന്ന് കേൾവി നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. ബെൽ മേബലിൻ്റെ അധ്യാപകനായി. അവരുടെ സ്നേഹവും
സൗഹൃദവും പിന്നീട് വല്ലാതെ വളർന്ന് അത് വിവാഹത്തിലേക്ക് എത്തി. ഈ ബന്ധം ബെല്ലിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. കേൾവിയില്ലാത്തവർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ ശക്തമായി. കേൾവിയില്ലാത്തവർക്ക് ശബ്ദം മനസ്സിലാക്കാൻ ഒരു യന്ത്രം കണ്ടുപിടിക്കുവാനുള്ള ബെല്ലിൻ്റെ അന്വേഷണം അത് ടെലിഫോൺ എന്ന മഹത്തായ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. അദ്ദേഹം ഒരുതരം വയർലെസ് ടെലിഗ്രാഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഒരേ സമയം ഒന്നിലധികം സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ഒരു യന്ത്രമായിരുന്നു. ഇതിന് അദ്ദേഹം ഹാർമോണിക് ടെലിഗ്രാഫ് എന്നാണ് പേരിട്ടിരുന്നത്. ഇതിനായി അദ്ദേഹം ബോസ്റ്റണിലെ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ പ്രവർത്തിച്ചിരുന്ന തോമസ് എ വാട്സൺ എന്ന മെക്കാനിക്കിൻ്റെ സഹായവും തേടി. ഈ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ശബ്ദത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് പരീക്ഷണം തുടങ്ങി. ഈ പരീക്ഷണങ്ങൾക്കിടയിലാണ് യാദൃച്ഛികമായി ബെല്ലിൻ്റെ മനസ്സിൽ ഒരാശയം ഉദിക്കുന്നത്. ശബ്ദത്തെ വയറിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുമോ? അങ്ങനെ 1875 ജൂൺ 2 ഗ്രഹാം ബെല്ലും തോമസ് വാട്സണും ഒരുമിച്ചുള്ള ഒരു വലിയ പരീക്ഷണത്തിൽ ഏർപ്പെട്ടു. വാട്സൺ ഒരു മുറിയിൽ ഇരുന്നപ്പോൾ ബെൽ മറ്റൊരു മുറിയിലായിരുന്നു. വാട്സൺ തൻ്റെ ഉപകരണത്തിൽ നിന്ന് ഒരുതരം ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ബെല്ലിൻ്റെ കൈവശമുള്ള ഉപകരണത്തിൽ ഒരു ചെറിയ മുഴക്കമാണ് കേട്ടത്. അത് വെറും ഒരു മുഴക്കം മാത്രമായിരുന്നില്ല, മറിച്ച് ശബ്ദം ഒരു വയറിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ആദ്യ സൂചനയായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ടെലഫോൺ കണ്ടുപിടിക്കാൻ വഴിതെളിച്ചത്. പിന്നീട് അവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ 1876 മാർച്ച് 7 ബെൽ തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടി. ടെലഫോണിൻ്റെ പേറ്റന്റ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സംഭവം നടക്കുവാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണമായിരുന്നു. 1876 മാർച്ച് 10 ബെല്ലും വാട്സണും അവസാനത്തെ ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ബെൽ ഒരു മുറിയിലും വാട്സൺ തൊട്ടടുത്ത മുറിയിലും ഇരുന്നു. ബെല്ലിൻ്റെ കയ്യിലുള്ള ഉപകരണത്തിലൂടെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. മിസ്റ്റർ വാട്സൺ, കം ഹിയർ, ഐ വാണ്ട് ടു സീ യു. വാട്സൺ, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ എനിക്ക് കാണണം എന്നുണ്ട്. അതുവരെ കേട്ടിട്ടില്ലാത്ത ഈ ശബ്ദം വാട്സൻ്റെ മുറിയിലുള്ള ഫോണിൽ മുഴങ്ങി. വാട്സൺ അത്ഭുതപ്പെട്ട് വേഗം ബെല്ലിൻ്റെ മുറിയിലേക്ക് ഓടി വന്നു. ഞാൻ നിങ്ങളെ കേട്ടു എന്ന് വാട്സൺ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. ഒരു സാധാരണ സംഭാഷണം ഒരു ഉപകരണത്തിലൂടെ ആദ്യമായി സാധ്യമായ ആ നിമിഷം ലോകം മാറി മറിഞ്ഞ ഒരു നിമിഷമായിരുന്നു. ടെലഫോൺ കണ്ടുപിടിച്ചതോടെ ഗ്രഹാം ബെല്ലിൻ്റെ ജീവിതം ഒരുപാട് മാറി. അദ്ദേഹം ടെലഫോൺ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി. 1877 അദ്ദേഹം ബെൽ ടെലഫോൺ കമ്പനി സ്ഥാപിച്ചു. ലോകത്ത് ആദ്യമായി ഒരു ടെലഫോൺ കമ്പനി രൂപം കൊണ്ടത് അങ്ങനെയാണ്. ടെലഫോൺ കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ ബെല്ലിന് ഒരുപാട് നിയമയുദ്ധങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് എലീഷ ഗ്രേ, തോമസ് എഡിസൺ തുടങ്ങിയ പല കണ്ടുപിടുത്തക്കാരും ടെലഫോൺ തങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തി. ഒടുവിലത് കോടതിയിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുവാനും കാരണമായി മാറി. എന്നാൽ ബെല്ലിൻ്റെ പേറ്റന്റിൻ്റെ ബലത്തിൽ എല്ലാ കേസുകളിലും അദ്ദേഹം വിജയിച്ചു. ഒരു കണ്ടുപിടുത്തക്കാരൻ എന്ന നിലയിൽ ടെലഫോൺ മാത്രമായിരുന്നില്ല ബെല്ലിൻ്റെ സംഭാവന. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം കേൾവിയില്ലാത്തവരെ സഹായിക്കുക എന്നതായിരുന്നു. ടെലഫോൺ കണ്ടുപിടുത്തത്തിന് ശേഷം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ ലക്ഷ്യത്തിലേക്കായിരുന്നു. ഓഡിയോമീറ്റർ, കേൾവിക്കുറവ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണം,
അദ്ദേഹം പിന്നീട് വികസിപ്പിച്ചെടുത്തു. ഫോട്ടോഫോൺ, വെളിച്ചത്തിൻ്റെ സഹായത്തോടെ ശബ്ദം കൈമാറാൻ കഴിയുന്ന ഒരു യന്ത്രം അദ്ദേഹം പിന്നീട് കണ്ടുപിടിച്ചു. ഇത് പിന്നീട് ഫൈബർ ഒപ്റ്റിക്സ് കണ്ടുപിടിക്കുവാൻ ഒരു വലിയ പ്രചോദനമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു കണ്ടുപിടുത്തങ്ങൾ മെറ്റൽ ഡിറ്റക്ടർ, ഹൈഡ്രോഫോയിൽ, എയറോഡ്രോം എന്നിങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1880 ഫ്രാൻസിൻ്റെ ഗവൺമെൻറ് അദ്ദേഹത്തിന് വോൾട്ട പ്രൈസ് നൽകി. അതൊരു പ്രത്യേക ക്യാഷ് പ്രൈസ് ആയിരുന്നു. ആ പണം ഉപയോഗിച്ച് അദ്ദേഹം വാഷിങ്ടൺ DC-യിൽ ഒരു ലബോറട്ടറി തുടങ്ങി. ആ ലബോറട്ടറിയുടെ പേര് വോൾട്ട ലബോറട്ടറി എന്നായിരുന്നു. അവിടെ വച്ച് അദ്ദേഹം കേൾവിയില്ലാത്തവർക്ക് വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തി. ഹെലൻ കെല്ലർ എന്ന കേൾവിയില്ലാത്തതും കാഴ്ചയില്ലാത്തതുമായ കുട്ടിയെ പഠിപ്പിക്കുന്നതിലും ബെൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഹെലൻ കെല്ലറുമായി ബെല്ലിന് വലിയ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. ബെല്ലിൻ്റെ കാഴ്ചപ്പാടുകൾ കണ്ടുപിടുത്തങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. അദ്ദേഹം നാഷണൽ ജിയോഗ്രഫിക് സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. 1898 മുതൽ 1903 വരെ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചു. പ്രിയപ്പെട്ടവരെ, അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ജീവിതം വെറുമൊരു കണ്ടുപിടുത്തക്കാരൻ്റെ കഥയല്ല, മറിച്ച് മനുഷ്യരാശിക്ക് മുഴുവൻ പ്രയോജനപ്പെടുന്ന ഒരു വലിയ ജീവിത പാഠമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില പ്രധാന പാഠങ്ങൾ നമുക്കിങ്ങനെ സംക്ഷേപിക്കാം. കഴിവ് കണ്ടെത്താനും വളർത്തുവാനും കഴിയുന്ന ഒരു അധ്യാപകൻ. ബെൽ ഒരു കണ്ടുപിടുത്തക്കാരൻ എന്നതിനേക്കാൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിച്ചിരുന്നത്. കേൾവിയില്ലാത്തവരെ പഠിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ അത്ഭുതകരമായിരുന്നു. ഹെലൻ കെല്ലറെ പോലെയുള്ളവർക്ക് ലോകം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഒരു ജോലിക്ക് വേണ്ടി മാത്രമായി മാറുമ്പോൾ ബെല്ലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ കുട്ടിക്കും അതിൻ്റെ കഴിവുകൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു അധ്യാപകൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. രണ്ടാമത്തെ പാഠം വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക. ബെല്ലിൻ്റെ മാതാവിന് കേൾവി നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കേൾവി ഇല്ലാതിരുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളായിരുന്നു. എന്നാൽ ആ വെല്ലുവിളികളൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. മറിച്ച് കേൾവിയില്ലാത്തവർക്ക് കേൾവിയുടെ ശബ്ദത്തിൻ്റെ ഒരു പുതിയ ലോകം തുറന്നു കൊടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരു യന്ത്രം കണ്ടുപിടിക്കുകയായിരുന്നില്ല, മറിച്ച് മനുഷ്യർക്ക് പരസ്പരം സംസാരിക്കുവാൻ അവസരം നൽകുക എന്നതായിരുന്നു. അങ്ങനെ തൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒത്തിരി വെല്ലുവിളികളെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് അവ സാധ്യതകളാക്കി മാറ്റി. ഇന്ന് നമ്മുടെ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, യുവാക്കൾ, അവരൊക്കെ വെല്ലുവിളികളിൽ, പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ജീവിതം അവസാനിപ്പിക്കുക, ജീവിതം മടുത്തു പോവുക, കടുത്ത നിരാശയിലേക്ക് വീഴുക, സംഘർഷങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അടിമപ്പെടുക, ജീവിതത്തെ ആസ്വദിക്കുവാൻ സാധിക്കാതിരിക്കുക, അങ്ങനെ വലിയ ദുഃഖകരമായ അവസ്ഥകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, ബെല്ലിൻ്റെ ജീവിതം അവർക്കൊരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. രണ്ടാമത്തെ പാഠം കഠിനാധ്വാനവും ക്ഷമയും. ഹാർമോണിക് ടെലിഗ്രാഫ് ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം പരാജയപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം തളർന്നില്ല. പകരം ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം ടെലിഫോൺ എന്ന മറ്റൊരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചേർന്നു. ഒരു കണ്ടുപിടുത്തവും ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല എന്നതാണ് ശ്രദ്ധേയം. അതിൻ്റെ പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും ക്ഷമയോടെയുള്ള പരീക്ഷണങ്ങളും ചില പരാജയങ്ങൾ പോലും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ,
ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്നാണ് ഒരു നാട്ടുചൊല്ല്. പലതിലേക്കും കാലെടുത്ത് വച്ച് അത് പരാജയപ്പെടുന്ന ഒരവസ്ഥ. ചില ജോലി സാധ്യതകൾ അന്വേഷിക്കുന്നു, ചില ജോലികൾക്ക് വേണ്ടി പഠനങ്ങളിലും പരിശീലനങ്ങളിലും ഏർപ്പെടുന്നു. അത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം അവസാനിച്ചു എന്ന ചിന്ത. എന്നാൽ ഗ്രഹാം ബെൽ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനവും നല്ല ക്ഷമയുമുണ്ട് എങ്കിൽ നമ്മുടെ അധ്വാനങ്ങളൊന്നും പാഴായി പോവുകയില്ല, ഫലം കാണാതെ പോവുകയില്ല എന്നതാണ്. മൂന്നാമത്തെ അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠം, മാനുഷികതയ്ക്ക് മുൻഗണന നൽകുക. ടെലഫോൺ അദ്ദേഹത്തിന് വലിയ സമ്പത്തും പ്രശസ്തിയും നൽകി. പക്ഷേ ആ സമ്പത്ത് അദ്ദേഹം സ്വന്തം സുഖങ്ങൾക്കായി ഉപയോഗിച്ചില്ല. പകരം ആ സമ്പത്ത് കൊണ്ട് കേൾവിയില്ലാത്തവരെ സഹായിക്കുന്നതിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും ഒരു ക്യാപിറ്റലായി ഉപയോഗിച്ചു. അതിന് ഉദാഹരണമാണ് അദ്ദേഹം ഒരു ലബോറട്ടറി സ്ഥാപിച്ചത്. ലാഭത്തേക്കാൾ ഉപരിയായി മനുഷ്യരുടെ നന്മയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ബെല്ലിൻ്റെ ജീവിതം ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും കഠിനാധ്വാനവും എങ്ങനെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന വലിയ അറിവാണ്. അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത് കേവലം ഭാഗ്യപരീക്ഷണങ്ങളായിരുന്നില്ല. അതിൻ്റെ പിന്നിൽ വർഷങ്ങളോളമുള്ള നിതാന്ത പരിശ്രമവും പരാജയങ്ങളെ അതിജീവിക്കുവാനുള്ള മനോബലവും ഉണ്ടായിരുന്നു എന്നതാണ്. 1922 ഓഗസ്റ്റ് 2 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര സമയത്ത് അമേരിക്കയിലെ എല്ലാ ടെലിഫോൺ സർവീസുകളും 1 മിനിറ്റ് നേരത്തേക്ക് നിശ്ചലമാക്കി. അത് വെറും ഒരു നിശ്ചല അവസ്ഥയായിരുന്നില്ല, മറിച്ച് ശബ്ദത്തിന് ജീവൻ നൽകിയ ആ വലിയ മനുഷ്യനോടുള്ള ലോകത്തിൻ്റെ ആദരവിൻ്റെ ശബ്ദമില്ലാത്ത ഒരു നിമിഷമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചതുപോലെ നാം ഓരോരുത്തരും ഓരോ നിമിഷവും ഓരോ സാധ്യതയാണ് എന്ന തിരിച്ചറിവ്, ആ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ പഠിപ്പിക്കൽ. പ്രിയരെ, ഇത്തരത്തിൽ കഠിനാധ്വാനം, ക്ഷമ, പ്രതിസന്ധികളിൽ തളരാതെയുള്ള യാത്ര ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അലക്സാണ്ടർ ഗ്രഹാം ബെൽ നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ മഹാപ്രതിഭയുടെ ജീവിതത്തിൻ്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമയം സാക്ഷി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി പുതിയൊരു അധ്യായത്തിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.